തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ സമയം നീട്ടി നൽകണമെന്ന് CPIM. ഡിസംബർ 30 വരെയെങ്കിലും സമയം നീട്ടിയില്ല എങ്കിൽ ശക്തമായ സമരങ്ങളുണ്ടാകുമെന്ന് MV ജയരാജൻ പ്രതികരിച്ചു. SIR ഈ സമയത്ത് നടത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണെന്നും ജയരാജൻ പ്രതികരിച്ചു. BLOമാർക്ക് കൃത്യമായ ട്രെയിനിംഗ് കിട്ടിയിട്ടില്ല എന്ന് കോൺഗ്രസും കുറ്റപ്പെടുത്തി. ചീഫ് ഇലക്ടറൽ ഓഫീസറും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായുള്ള യോഗത്തിലാണ് നേതാക്കൾ നിലപാട് അറിയിച്ചത്. ഇനി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കുന്നില്ലെങ്കിലും ഇവിടെയൊക്കെ നടപ്പാക്കാനുള്ള ബുദ്ധിമുട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് നിങ്ങൾ ഡിസംബർ 13 ശേഷം അങ്ങോട്ട് ഷെഡ്യൂൾ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ നിശ്ചയിച്ച തീയതി ഉണ്ടല്ലോ ഡിസംബർ 4 എന്നുള്ളത്, ഡിസംബർ 30 വരെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെയെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ കേരളം പോലെ ഒരു സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് നിങ്ങൾ ഈ സംരംഭം നല്ല നിലയിൽ മുന്നോട്ട് പോകില്ല. പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളുമായി ഇനിയിപ്പോൾ സംഘർഷത്തിലേക്ക് ഉദ്യോഗസ്ഥന്മാരും വീട്ടുകാരും തമ്മിൽ പോകുന്നിരിക്കും. കേന്ദ്ര കമ്മീഷൻ തന്ന ഷെഡ്യൂൾ പ്രകാരമാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരണത്തിനുള്ള തീയതി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. എല്ലാ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ കൊണ്ടുവരുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ ഉറപ്പു നൽകി. അങ്ങനെ ഒരു നല്ല ഒരു പ്ലാൻ അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇതിലെ വളരെ സജീവമായിട്ട് നമ്മുടെ ജനങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ബൂത്ത് ലെവൽ ഏജൻറ്റ്സ് ഫീൽഡിലെ നല്ലവിധ ശതമാനം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് ആവശ്യപ്പെട്ട പ്രകാരം തന്നെ 2002 മൊത്തം ലിസ്റ്റ് അവർക്ക് നമ്മൾ ജില്ലാതല വെച്ചിട്ട് നമ്മൾ അവർക്ക് ആ ലിസ്റ്റ് കൂടി കൈമാറിയിട്ടുണ്ട്. വളരെ നല്ല വിധത്തിലുള്ള സപ്പോർട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും ലഭ്യമാവുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷനുടെ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ഒരേപോലെ കോൺഗ്രസും CPM-ഉം ഇതിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. അതിൽ പ്രായോഗികമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. പക്ഷേ മറ്റു മാർഗമില്ല എന്നാണോ ഇപ്പോൾ രത്തൻ ഖേൽക്കർ വിശദീകരിക്കുന്നത്? സ്മൃതി, SIR നടപ്പിലാക്കും എന്ന് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അവസാനത്തെ പ്രസ് മീറ്റും അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുന്നത്. തുടക്കം മുതൽ ഈ യോഗം ഇന്നിപ്പോൾ 4ാമത്തെ യോഗമാണ് രാഷ്ട്രീയ പ്രതിനിധികളുമായിട്ട് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നടത്തുന്നത്. ഈ 4 യോഗങ്ങൾ നടക്കുമ്പോഴും ഇത് സംബന്ധിച്ച് ഒരു മിനിറ്റ്സ് രേഖകൾ പോലും ഇതുവരെയും രാഷ്ട്രീയ പ്രതിനിധികൾക്ക് മുൻപിൽ വയ്ക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള അടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് അടക്കം സൂചിപ്പിച്ചതിന് പിന്നാലെ തന്നെ CPM പ്രതിനിധിയായിട്ട് പങ്കെടുത്ത MV ജയരാജൻ രൂക്ഷമായിട്ട് വിമർശിച്ച് മുന്നോട്ട് വരികയായിരുന്നു. SIR നടപ്പിലാക്കാൻ ഒരു ഘട്ടത്തിലും സാധിക്കില്ല, അതിന് രാഷ്ട്രീയ പാർട്ടികളുടെ അംഗീകാരം ഉണ്ടാകില്ല എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നത്. ഇതിൽ BJP ഒഴികെ കോൺഗ്രസും CPM-ഉം അതുപോലെ തന്നെ RSP അടക്കമുള്ള സംഘടനകൾ ഇത് ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും BLO ഉദ്യോഗസ്ഥർക്ക് മതിയായിട്ടുള്ള ട്രെയിനിങ് നൽകിയിട്ടില്ല. തുടക്കത്തിൽ ജില്ലാ കളക്ടർമാർക്ക് ഇത് സംബന്ധിച്ച് ട്രെയിനിങ് നൽകി, BLOമാർക്ക് ഇത് സംബന്ധിച്ച് ട്രെയിനിങ് നൽകുമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ രത്തൻ കേൽക്കർ സൂചിപ്പിച്ചത്. പക്ഷേ അത് സംബന്ധിച്ച് ഇതുവരെയും ട്രെയിനിങ് നൽകിയിട്ടില്ല. കാരണം ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഫോം പൂരിപ്പിക്കുമ്പോൾ പലതും സാധാരണക്കാർക്ക് മനസ്സിലാക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. ഇതിൽ എന്ത് വ്യക്തതയാണ് ഇതുവരെയും നൽകിയിട്ടുള്ളതെന്നടക്കമുള്ള ചോദ്യങ്ങളാണ് നിലവിൽ ഇന്ന് നടന്ന യോഗത്തിൽ സ്മൃതി ഉയർത്തിയത്.